നമസ്കാരം, ഏവർക്കും ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പൂയം നക്ഷത്രക്കാരെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കർക്കടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് 2026 വിഷുസംക്രമം മുതൽ വലിയ മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത്. ശനി അധിപനായ ഈ നക്ഷത്രക്കാർക്ക് കണ്ടകശനി പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയാണെങ്കിലും അതിന്റെ ദേവത ബൃഹസ്പതി അഥവാ ദേവഗുരുവായ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രക്കാർക്ക് ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ആത്മീയമായ അറിവിനോടും നീതിയോടും വലിയ താല്പര്യമുണ്ടാകും. ഈ വിഷുസംക്രമം മുതൽ നിങ്ങളുടെ ഈ നീതിബോധം സമൂഹത്തിൽ നിങ്ങൾക്ക് വലിയ അംഗീകാരം നേടിത്തരും. മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നവർക്കും അധ്യാപകർക്കും കൗൺസിലർമാർക്കും ഈ വർഷം സുവർണകാലമാണ്. പല പൂയം നക്ഷത്രക്കാരെയും ഇപ്പോൾ അലട്ടുന്ന പ്രധാന പ്രശ്നം കണ്ടകശനിയാണ്. ശനി 8ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് മനസ്സിന് ചെറിയ അസ്വസ്ഥതകളോ അനാവശ്യ ഭയമോ ഉണ്ടായേക്കാം. എന്നാൽ പേടിക്കേണ്ടതില്ല. പൂയം ശനിയുടെ പ്രിയപ്പെട്ട നക്ഷത്രമായതുകൊണ്ട് ശനിദേവൻ നിങ്ങളെ പൂർണ്ണമായും കൈവിടില്ല. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി എപ്പോഴും സഹായിക്കും. ഈ വർഷം മടിയും അലസതയും ഒഴിവാക്കി കർമ്മരംഗത്ത് സജീവമായാൽ ശനിദോഷത്തിന്റെ കാഠിന്യം പകുതിയായി കുറയും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം മേലധികാരികൾ തിരിച്ചറിയുകയും വർഷാവസാനത്തോടെ സ്ഥാനക്കയറ്റം ലഭിക്കുകയും ചെയ്യും. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് മികച്ച ലാഭം പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ മിതമായ നേട്ടങ്ങൾ ഈ വർഷമുണ്ടാകും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വസ്തുവോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ലോണുകളോ മറ്റ് സഹായങ്ങളോ എളുപ്പത്തിൽ ലഭിക്കും. മുൻപ് ആർക്കെങ്കിലും കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. എങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. വീട്ടിൽ കല്യാണം, ഗൃഹപ്രവേശം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. കൃഷിയിൽ താൽപ്പര്യമുള്ളവർക്ക് പുതിയ രീതിയിലുള്ള കൃഷി പരീക്ഷിക്കാനും അതിൽ നിന്ന് മികച്ച വരുമാനം നേടാനും സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം അനുകൂല സമയമാണ്. വീട് പണി പാതി വഴിയിൽ നിലച്ചുപോയവർക്ക് അത് പൂർത്തിയാക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ അപ്രതീക്ഷിതമായി ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന പൂയം നക്ഷത്രക്കാർക്ക് താമസരേഖകൾ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് IT, ബാങ്കിംഗ്, മെഡിക്കൽ മേഖലകളിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം ലഭിക്കാനുള്ള സാധ്യതയും ഈ വിഷുഫലത്തിൽ കാണുന്നു. പൂയം നക്ഷത്രത്തിന്റെ അധിപൻ ശനിയായതിനാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. എള്ളുപായസം, നീരാജ്ഞനം എന്നിവ വഴിപാടായി നൽകാം. ഓം ശംശനൈശ്ചരായ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുക. സാധാരണ പരിഹാരങ്ങൾക്ക് പുറമെ പൂയം നക്ഷത്രക്കാർക്ക് മാത്രം ചെയ്യാവുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ഇവയാണ്. ആൽമര പ്രദക്ഷിണം. ശനിയാഴ്ചകളിൽ രാവിലെ കുളി കഴിഞ്ഞ് ആൽമരത്തിന് 7 തവണ പ്രദക്ഷിണം വെക്കുന്നത് മാനസിക സംഘർഷം കുറയ്ക്കാൻ സഹായിക്കും. പൂയം നക്ഷത്രം കർക്കടകക്കൂറിൽ വരുന്നതിനാൽ ചന്ദ്രന്റെ സ്വാധീനം കൂടുതലുണ്ട്. അതിനാൽ തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി കഴിക്കുന്നത് ഐശ്വര്യപ്രദമാണ്. പക്ഷികൾക്ക് തീറ്റ നൽകുക. പക്ഷികൾക്കോ മിണ്ടാപ്രാണികൾക്കോ ആഹാരവും വെള്ളവും നൽകുന്നത് ശനിദോഷം കുറയാൻ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗമാണ്. അപ്പോൾ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുസംക്രമം കണ്ടകശനിയുടെ പരീക്ഷണങ്ങൾക്കിടയിലും വലിയ ഭാഗ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരു വർഷമാണ്. ദേവഗുരുവായ വ്യാഴത്തിന്റെ അനുഗ്രഹവും നിങ്ങളുടെ കഠിനാധ്വാനവും ഒത്തുചേർന്നാൽ ഏതൊരു പ്രതിസന്ധിയെയും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ലളിതമായ പരിഹാരങ്ങൾ ഭക്തിപൂർവ്വം അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ പൂയം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കർക്കടകക്കൂറിലെ അവസാന നക്ഷത്രമായ ആയില്യം നക്ഷത്രത്തിന്റെ വിഷുഫലങ്ങളുമായി വീണ്ടും കാണാം. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.